ഹായ് ഹലോ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഒരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ കോഡ് ഇതാണ് 054/2026. അതിൽ 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇംഗ്ലീഷ് മലയാളത്തിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സീരീസിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡിഗ്രി ലെവലും 10th ലെവലും ആയിട്ട് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2026 ഡിഗ്രി ലെവൽ എക്സാമിനും VFA കമ്പനി ബോർഡ് വെബ്കോ LD എക്സാമിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് 51. ഇഫ് ദ പ്രോഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഈസ് 132. രണ്ട് അടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള രണ്ട് പോസിറ്റീവ് ഇൻഡിജേഴ്സിൻ്റെ മൾട്ടിപ്പിൾ തന്നിട്ടുണ്ട്. പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേനും തന്നിട്ടുണ്ട് എത്ര, 132 ആണ്. ഇഫ് ഓൺലി ദ ലാർജർ വൺ ഈസ് ഇൻക്രീസ്ഡ് ബൈ 3. അതിൽ ഏറ്റവും വലിയ നമ്പർ, രണ്ട് നമ്പേഴ്സ് ഉള്ളതിൽ വലിയ നമ്പർ എന്ത് ചെയ്യുന്നു, 3 കൂട്ടുന്നു. വലിയ നമ്പറിൻ്റെ കൂടെ 3 കൂടെ കൂട്ടുമ്പോൾ ദ ന്യൂ പ്രോഡക്റ്റ് വിൽ ബി, പുതിയ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ വലിയ നമ്പറിൻ്റെ കൂടെ 3 കൂട്ടി ആ നമ്പറും മുന്നേ ഉണ്ടായിരുന്ന ചെറിയ നമ്പറും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ആദ്യം പോസിറ്റീവ് ഇൻഡിജർ എന്താണെന്ന് പറയാം. ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും എല്ലാ പോസിറ്റീവ് നമ്പേഴ്സും സീറോയും കൂടെ വരുന്നതാണ് ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ. ഇതാണ് ഇൻഡിജേഴ്സ്. മൈനസ് എക്സെട്ര, -3, -2, -1, 0, 1, 2 എക്സെട്ര, 1, 2, 3 എക്സെട്ര അങ്ങനെ പോകുന്നതാണ് എന്ത്, ഇൻഡിജേഴ്സ്. ഇതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ പോസിറ്റീവ് ഇൻഡിജേഴ്സും, പോസിറ്റീവ് മാത്രം മതി, നെഗറ്റീവ് വേണ്ട. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏതോ രണ്ട് പോസിറ്റീവ് ഇൻഡിജേഴ്സ് എടുത്ത്, അടുത്തടുത്തുള്ള രണ്ട് പോസിറ്റീവ് ഇൻഡിജേഴ്സ് എടുത്ത് ഇൻറ്റു ചെയ്തു, അപ്പോൾ 132 കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് ഇക്വേഷൻ ആയിട്ട് എഴുതാം. രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ആദ്യത്തെ ചെറിയ നമ്പറിന് എക്സ് എന്നും അടുത്ത രണ്ടാമത്തെ വലിയ നമ്പറിന് x+1 എന്നും കൊടുത്തു. അടുത്തടുത്തുള്ള നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്, കോൺസിക്യൂട്ടീവ് നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സും x+1 കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു, 132 കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 132. ഓക്കെ, അപ്പോൾ എക്സും x+1 ഇൻറ്റു ചെയ്യുമ്പോൾ 132 കിട്ടും. അപ്പോൾ നമുക്കിനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എന്ത് വരുന്നു, x² + x = 132 അങ്ങനെ കിട്ടും. അങ്ങനെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് ഫോം ചെയ്യാം. എന്ത് വരുന്നു, -+32 ഇപ്പുറത്ത് വരുന്നു, അപ്പോൾ എന്താവും, മൈനസ് ആവും. അപ്പോൾ x² + x - 32 = 0 എന്ന് കിട്ടി. നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്തല്ലോ. ഇനി ഇത് സോൾവ് ചെയ്യാം. എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, ഇക്വേഷനിൽ നടുക്ക് എക്സിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വന്നിരിക്കുന്നത് 1 ആണ്. അതുപോലെ ഇവിടെയുള്ള നമ്പറും ഈ നമ്പറും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു, -132 എന്ന് കിട്ടുന്നു. -132 എന്ന് കിട്ടുന്നു. ഇവിടെ 1 ആണുള്ളത്. 1 × -132 എന്ന് പറഞ്ഞാൽ -132 ആണ്. അപ്പോൾ ഈ 1ഉം -132ഉം രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ഈ രണ്ട് നമ്പേഴ്സും വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എക്സിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അങ്ങനെ ഫാക്ടർ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, കൂട്ടുമ്പോൾ 1ഉം ഇൻറ്റു ചെയ്യുമ്പോൾ -132ഉം വരുന്ന രണ്ട് നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഇൻറ്റു ചെയ്യുമ്പോൾ -132ഉം കൂട്ടുമ്പോൾ ആ രണ്ട് നമ്പേഴ്സും കൂടെ കൂട്ടുമ്പോൾ 1ഉം വരുന്ന രണ്ട് നമ്പേഴ്സ്. അപ്പോൾ എങ്ങനെയാണത്, അത് ഏതൊക്കെയാണ് നമ്പേഴ്സ്, 11ഉം 12ഉം ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 132 കിട്ടുമെന്ന് നമുക്കറിയാം. 11ഉം 12 ഇൻറ്റു ചെയ്താൽ 132 കിട്ടുമെന്നറിയാം. എന്നാൽ 11ഉം 12ഉം കൂട്ടുമ്പോൾ എന്താണ്, 1 കിട്ടുന്നത്. അതുപോലെ ഇൻറ്റു ചെയ്യുമ്പോൾ -132 കിട്ടണം. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരാൾക്ക് മൈനസ് കൊടുക്കണ്ടേ, നമുക്ക് -11 ഇട്ട് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് ആവുമോ നോക്കാം. -11ഉം 12ഉം കൂട്ടുമ്പോഴത്തേനും 1 കിട്ടുന്നത്. അതുപോലെ രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ -132 കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്പേഴ്സ് ഏതൊക്കെയാണ്, -11ഉം 12. ഇവിടെ -11 അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നു, x-11 ഇൻറ്റു ഇവിടെ 12 ഉണ്ട്, x+12 എന്ന് കൊടുത്തു, =0. ഈ ഇക്വേഷനാണ് ഈ ഫോമിലായിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, x-11 =0 എന്ന് കൊടുക്കാം. അതിൽ നിന്ന് x എന്ത് കിട്ടും, 11 എന്ന് കിട്ടും. അതുപോലെ എക്സിന് അടുത്ത വാല്യൂ എന്താണ്, ഇത് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, -12 എന്ന് കിട്ടും. ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവ് ഇൻഡിജർ മാത്രം എടുത്താൽ മതി. പോസിറ്റീവ് ഇൻഡിജർ മാത്രം എടുക്കുമ്പോൾ എന്ത് വരും, x = 11 മാത്രം നമ്മൾ എടുത്താൽ മതി അല്ലേ. അപ്പോൾ എന്ത് കൊടുക്കാം, എക്സിന് വാല്യൂ കിട്ടി 11. അപ്പോൾ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്, 11ഉം തൊട്ടടുത്ത നമ്പർ 12 ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു, 132 കിട്ടുമെന്ന് മനസ്സിലായി. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് നമ്പറും കൂടെ, രണ്ട് നമ്പറിൽ വലിയ നമ്പറിൻ്റെ കൂടെ 3 കൂട്ടും. വലിയ നമ്പർ ഏതാണ്, 12. 12ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ 15 ആവും. അപ്പോൾ 11 × 15 എത്രയാണത്, 165. ഇതാണ് ആൻസർ. 11 × 15 ചെയ്യണം, അപ്പോൾ 165 കിട്ടും. ഓപ്ഷൻ എ, 51 ഓപ്ഷൻ എ എന്ന് കിട്ടി. ഓക്കെ അല്ലേ. മലയാളം ക്വസ്റ്റ്യനൂടെ കിടപ്പുണ്ട്, വായിച്ചു നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് 52. 52ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
ദ റേഷ്യോ ഓഫ് ബോയ്സ് ടു ഗേൾസ് ഇൻ എ ക്ലാസ് ഈസ് 5:4. ഒരു ക്ലാസ്സിലെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ തന്നിട്ടുണ്ട് എത്രയാണ്? 5:4. ഇനി ഇഫ് 18 മോർ ബോയ്സ് ജോയിൻ ദ ക്ലാസ്, ബോയ്സ് എന്ത് ചെയ്യുന്നു? 18 ആൾക്കാരും കൂടെ ജോയിൻ ചെയ്യുന്നു. ദ റേഷ്യോ ബിക്കംസ് 7:4. ഗേൾസിന് മാറ്റമൊന്നുമില്ല, റേഷ്യോ എന്താവുന്നു? 7:4 ആവുന്നു. ദ നമ്പർ ഓഫ് ഗേൾസ് ഈസ്, ഗേൾസിൻ്റെ എണ്ണം കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. എത്ര? 5:4. അപ്പം നമ്മൾ എന്തെടുക്കുന്നു? 5x എന്നും 4x എന്നും എടുക്കുന്നു. 5x ഉം 4x ഉം ആയി. ഇനി ബോയ്സ് 18 കൂടെ വന്നു ചേരുന്നു. അപ്പോൾ 5x + 18 ആവുന്നു. ഗേൾസിന് മാറ്റമൊന്നുമില്ല, 4x തന്നെ ഈക്വൽ ടു പുതിയ റേഷ്യോ എന്താവുന്നു? 18 ബോയ്സും കൂടെ വരുമ്പോൾ ഉള്ള റേഷ്യോ എന്താവുന്നു? 7:4. അപ്പോൾ ഈക്വൽ ടു 7/4 എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യാം? ക്രോസ് ചെയ്യാം, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം, സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ ക്രോസ് ചെയ്യാം. 5x + 18 × 4 എന്ന് വരും. എന്താവും? 5x × 4 20x ആവുന്നു അല്ലേ? പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതാണ്, ആ സ്റ്റെപ്പ് ഒഴിവാക്കി എഴുതുന്നതാണ്. 18 × 4, 18 × 4 എത്ര വരും? 2, 3, 72 നീട്ടി, 72 കിട്ടി, ഈക്വൽ ടു. ഇനി അടുത്തത് ഇങ്ങനെ ക്രോസ് ചെയ്യാം. 7 × 4x എത്രയാണ്? 28x എന്ന് കിട്ടി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പിൽ ഈ 20x കൂടെ ഈക്വൽ ടു അപ്പുറം പോവും. അപ്പോൾ എന്താവും? 28 - 20x എന്നാവും. ദാറ്റ് ഈസ് 8x ഈക്വൽ ടു 72. 8x 72 ആണെന്ന് കിട്ടി. അതിൽ നിന്ന് എക്സ് എത്ര കിട്ടും? എക്സ് ഈക്വൽ ടു 72 / 8, 9 അല്ലേ? അപ്പോൾ എക്സ് എത്രയെന്ന് കിട്ടി? 9 എന്ന് കിട്ടി. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഗേൾസ്, നമ്പർ ഓഫ് ഗേൾസ് ആണ്. നമ്പർ ഓഫ് ഗേൾസ് എത്രയാണ്? 4x. അപ്പോൾ 9 × 4 36 എന്ന് കിട്ടും. ഓപ്ഷൻ എ 52, ഓപ്ഷൻ എ എന്ന് കിട്ടി. 52 ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് 53. എ ഷോപ്പ് കീപ്പർ മാർക്സ് ആൻ ആർട്ടിക്കിൾ 25% above the cost price and allows a discount of 20%. His gain or loss is. എന്ന് വെച്ചാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഷോപ്പ് കീപ്പർ ഒരു സാധനം, ഒരു വസ്തു എന്ത് ചെയ്യുന്നു? 25% വില കൂട്ടി മാർക്ക് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം, ആ ഷോപ്പ് കീപ്പർ കടയിൽ സാധനം വാങ്ങിയ സമയത്ത്, ഇപ്പോൾ ഒരു സാരി ആണെങ്കിൽ ആ സാരി വാങ്ങിയ സമയത്ത് 100 ആയിരുന്നു അതിൻ്റെ വില. 100 രൂപയ്ക്കാണ് സാധനം വാങ്ങിയത്. എന്നിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ വില എത്രയാക്കി? 25% എബവ് ദ കോസ്റ്റ് പ്രൈസ്, അതിനായ വിലയെക്കാട്ടിലും 25% കൂട്ടി എന്ത് ചെയ്യുന്നു? വില മാർക്ക് ചെയ്യുന്നു. അതിൽ വില ഇടണമല്ലോ. വില എത്രയാക്കി? 125 നേടി അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് കാണിച്ചു ആൻഡ് അലൗസ് എ ഡിസ്കൗണ്ട് ഓഫ് 20% വില കുറച്ച് കാണിച്ചു. അതായത് 125നെ ഇപ്പം 125 വില എന്നാണ് ആൾക്കാർ കാണുന്നത്. ഇതിൻ്റെ വില കുറച്ചു. എത്ര ആക്കി? 80% ആക്കി. 80 കുറച്ചു എന്ന് പറഞ്ഞാൽ 20% കുറച്ചെന്ന് വെച്ചാൽ അത് 80 അല്ലേ? അപ്പോൾ ഇത് കണ്ടുപിടിക്കണം. 125ൻ്റെ 80% കണ്ടുപിടിക്കുമ്പോൾ അദ്ദേഹം വിറ്റ വില എത്ര രൂപയ്ക്കാണ് വിറ്റത് എന്നുള്ളത് കിട്ടും. ചെയ്ത് നോക്കാം. 125 100 ക്യാൻസൽ ചെയ്യും. 25 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടും? 5 കിട്ടും. ഇവിടെ എത്രയാവും? 4 ആവും ഇല്ലേ? 80 4 ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും? 20 എന്ന് വരും. 5 × 20 എത്രയാണ്? 100 ആണ്. 100 രൂപയ്ക്കാണ് ഇപ്പോൾ സാധനം വിറ്റിരിക്കുന്നത്. എത്ര രൂപയ്ക്കാണ് അദ്ദേഹം വാങ്ങിയത്? 100 രൂപയ്ക്ക് വാങ്ങി, 100 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ ലാഭവും നഷ്ടമുണ്ടോ? ഇല്ല. അപ്പോൾ ഓപ്ഷൻ സി, നോ ഗെയിൻ നോ ലോസ്. എന്താണ്? നഷ്ടവും ഇല്ല, ലാഭവും ഇല്ല. 100 രൂപയ്ക്ക് വാങ്ങി 100 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടവും ഇല്ല, ലാഭവും ഇല്ല. ഓക്കെ അല്ലേ? അടുത്തത് 54ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 54. ഇഫ് x ഈക്വൽ ടു 1/0.2 + 3/0.4 ദെൻ x/0.5 എത്രയാണ്? തന്നിരിക്കുന്നത് എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 1/0.2. നമ്മൾ എന്ത് ചെയ്യും? x ഈക്വൽ ടു 1/0.2 + 3/0.4നെ ഷോർട്ടാക്കും. നമുക്ക് ചെറുതാക്കാം, സിംപ്ലിഫൈ ചെയ്യാം. 1/0.2 നമുക്കത് എങ്ങനെ എഴുതാം? 1/0.2 എന്നുള്ളത് പോയിന്റ് മാറ്റാൻ വേണ്ടിയിട്ട് 10 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പറല്ലേ ഉള്ളൂ, അപ്പോൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതെന്ത് വരുന്നു? മുകളിൽ 10 ആവും, താഴെ എന്ത് വരും? 2 ആവും. അടുത്ത നമ്പറിൽ 3/0.4 ആണ്. അവിടെയും നമ്മൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്യും. അപ്പോൾ മുകളിൽ 30 ആവും, താഴെ എന്താവും? 4 എന്നാവും അല്ലേ? 10/2 എന്ന് പറഞ്ഞാൽ 10/2 എന്ന് പറഞ്ഞാൽ എത്രയാണത്? 5 ആണ്. 30/4 എന്ന് പറഞ്ഞാൽ പോയിന്റ് വരും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 30/4 7 28 കുറയ്ക്കുമ്പോൾ എന്ത് വരും? 2 വരും. പോയിന്റ് കൊടുക്കും, 0 ആവും. ഇനി 20ൽ എത്ര 4 ഉണ്ട്? എത്രയാണ്? 5 അല്ലേ? അപ്പോൾ 7.5 എന്ന് കിട്ടും. 7.5. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടിയിരിക്കുന്നതാണ് 5ഉം 7.5 കൂടെ കൂട്ടണം. എത്രയാണ്? 12.5.
എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 12.5. ഇനി എന്താ ചെയ്യേണ്ടത്? എക്സ് ബൈ 0.5 ആണ് ചെയ്യേണ്ടത്. എക്സ് എത്രയാണ്? 12.5. അപ്പോൾ എക്സിന് ആ വാല്യൂ കൊടുക്കാമല്ലോ. അപ്പോൾ 12.5 ഡിവൈഡഡ് ബൈ എന്താ പറഞ്ഞിരിക്കുന്നത്? 0.5. 0.5. ഇനി പോയിന്റ് മാറ്റാൻ വേണ്ടിയിട്ട് എണ്ണം കൊണ്ട് മുകളിലും താഴെ ഇൻറ്റു ചെയ്യും, രണ്ടുപേരുടെയും പോയിന്റ് മാറും. അപ്പോൾ എന്താവും? അത് 125/5 എന്നാവും. 125നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാണ്? 25 ഓപ്ഷൻ ബി. 54 ഓപ്ഷൻ ബി എന്ന് കിട്ടി. 25. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 55. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 60 - 24/3 × 2 + 4. നമ്മൾ എന്നും ചെയ്യുന്ന പോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. എങ്ങനെയാണ്? 24/3. 24/3 എത്രയാണ്? 8. 8 എന്ന് കിട്ടി. ഇനി 60 - 8 × 2 കിടപ്പുണ്ട്. 8 × 2 എത്രയാണ്? 16 + 4 അല്ലേ? അപ്പോൾ നോക്ക്, ഇവിടെ ഒരു 60 ഉണ്ട്, +60 ഉണ്ട്, ഇവിടെ ഒരു +4 ഉണ്ട്. അപ്പോൾ എന്താവും? അത് 64. 64 - 16 എന്നാവും. 64 - 16 എത്രയാണ്? 14ന് 6 കുറയ്ക്കണം അല്ലേ? അപ്പോൾ എത്ര വരുന്നു? 8. ഇവിടെ എത്രയാവുന്നു? 4 എന്നാവും. 48 എന്ന് കിട്ടി. 55 ഓപ്ഷൻ ഡി. 48. ഓക്കെ അല്ലേ? അടുത്തത് 56ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ്? ദ വോളിയം ഓഫ് സിലിണ്ടേഴ്സ് ഓഫ് സെയിം റേഡിയസ് ഈസ് ഇൻ ദ റേഷ്യോ 16:25. നമുക്ക് സിലിണ്ടർ ഉണ്ട്. സിലിണ്ടർ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇതാണ് സിലിണ്ടർ. ഈ സിലിണ്ടറിൻ്റെ എന്ത് തന്നിട്ടുണ്ട്? റേഡിയസ് സെയിം ആണെന്ന്. 2 സിലിണ്ടർ ഉണ്ട്. ഈ 2 സിലിണ്ടറിൻ്റെയും റേഡിയസ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 സിലിണ്ടറിൻ്റെയും റേഡിയസ് സെയിം ആണ്, 6 സെയിം ആണ്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ വോളിയത്തിൻ്റെ റേഷ്യോ V1ഉം V2ഉം തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. V1/V2 എന്ന് പറയുന്നത് 16/25 ആണെന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഏരിയ ഓഫ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടേഴ്സ്? കർവ്ഡ് സർഫസ് ഏരിയയുടെ ഏരിയയ്ക്ക് ഉള്ള റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കർവ്ഡ് സർഫസ് ഏരിയ. എന്താണ് കർവ്ഡ് സർഫസ് ഏരിയ? ഈ ചുറ്റിനും കാണുന്ന സർഫസ് ഏരിയ ആണ് കർവ്ഡ് സർഫസ് ഏരിയ. ഈ വളഞ്ഞിരിക്കുന്ന പ്രതലം, അതിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വളഞ്ഞിരിക്കുന്നതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആരൊക്കെ വേണം? താഴെയുള്ള ബേസ് പെരിമീറ്റർ വേണം. താഴെയുള്ള സർക്കിളിൻ്റെ ബേസ് പെരിമീറ്റർ വേണം. ഈ ബേസ് പെരിമീറ്ററും ഇവിടെയുള്ള ഹൈറ്റും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ അല്ലേ നമുക്ക് എന്താവുന്നത്? നമുക്ക് ഇവിടുത്തെ കർവ്ഡ് സർഫസ് ഏരിയ ആവുന്നത്. കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ ഇതാണ്. എന്താണ്? ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. ബേസ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ താഴെയുള്ള സർക്കിളിൻ്റെ പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. ബേസ് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്താണ്? 2πr ഇൻറ്റു ഹൈറ്റ്. ഇവിടെ 2πrൽ ആരുണ്ട്? 2 ഉണ്ട്, π ഉണ്ട്, r ഉണ്ട്. ഇവിടെ രണ്ടിൻ്റെയും r സെയിം ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിനെ നോക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് 2πrൻ്റെ ആവശ്യമില്ല. 2ഉം πയും കോൺസ്റ്റൻറ്റ്. 2 സിലിണ്ടറിലും 2ഉം πയും കോൺസ്റ്റൻറ്റ്. അതുപോലെ എന്ത് കോൺസ്റ്റൻ്റ് ആണ്? ഈ രണ്ട് സിലിണ്ടറിലും റേഡിയസ് സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സെയിം റേഡിയസ് ആണ്. അപ്പം നമ്മൾ എച്ചിൻ്റെ റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. ആദ്യത്തേൻ്റെ ഹൈറ്റിന് ഞാൻ h1 എന്നും രണ്ടാമത്തേൻ്റെ ഹൈറ്റിന് h2 എന്നും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ h1ഉം h2ഉം തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ വോളിയത്തിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 16/25. വോളിയത്തിൻ്റെ ഇക്വേഷൻ ഞാൻ എഴുതി നോക്കാം. എന്താണ് വോളിയത്തിനുള്ള ഇക്വേഷൻ? πr² h. ഇവിടെ h1 എന്നും കൊടുത്തു, അടുത്തതിന് h2 എന്നും കൊടുത്തു. πr² × h2. ഓക്കെ. ഈക്വൽ ടു എത്രയാണ്? 16/25 ആണ്. ആരെയൊക്കെ ക്യാൻസൽ ചെയ്യാം? പൈയും r² ഉണ്ട്. രണ്ടുപേരുടെ r സെയിം ആണ്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തു. താഴെയും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തുണ്ട്? h1ഉം ഉണ്ട്, h2 ഉണ്ട്. അപ്പോൾ h1/h2 അല്ലെങ്കിൽ h1ഉം h2ഉം തമ്മിലുള്ള റേഷ്യോ എത്രയെന്ന് കിട്ടും? 16/25 തന്നെയാണെന്ന് കിട്ടും. അതേ റേഷ്യോ ആയിരിക്കും കർവ്ഡ് സർഫസ് ഏരിയയ്ക്കും ഉള്ളത്. അപ്പോൾ 56 ആൻസർ എന്താണ്? ഓപ്ഷൻ എ, 16/25. മലയാളം ക്വസ്റ്റ്യൻ കണ്ടല്ലോ. മലയാളം ക്വസ്റ്റ്യനിൽ സിലിണ്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് 56ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 57. എ കണ്ടെയ്നർ വിത്ത് എ സർക്കുലർ ബേസ് ഈസ് ബിൽറ്റ് ഇൻ സ്റ്റേജ്. ഒരു കണ്ടെയ്നർ ഉണ്ടാക്കുകയാണ് വിത്ത് സർക്കുലർ ബേസ്. ബേസ് ഏത് ഫോമിലാണ്? ഒരു സർക്കുലർ ഫോമിലാണ്. കണ്ടെയ്നർ എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ സിലിണ്ടറിൻ്റെ ഷേപ്പിലായിരിക്കും കണ്ടെയ്നർ ഇരിക്കുന്നത്. അപ്പോൾ സർക്കുലർ ബേസിലുള്ള ഒരു കണ്ടെയ്നർ ഉണ്ട്. ഇനി ഇൻ ഈച്ച് സ്റ്റേജ് കണ്ടെയ്നർ ഈസ് ബിൽറ്റ് ഇൻ 10 സെൻറ്റിമീറ്റർ ഹൈറ്റ്. ഓരോ സ്റ്റേജിലും ഈ കണ്ടെയ്നർ 10 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് ഉണ്ടാക്കുന്നത്. ബട്ട് ഇൻ ഈച്ച് സ്റ്റേജ് റേഡിയസ് ഡിക്രീസസ് ഇൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഓരോ സ്റ്റേജിലും റേഡിയസ് കുറഞ്ഞാണ് വരുന്നത്. അരിത്തമെറ്റിക് AP-യിലാണ് എന്ത് ചെയ്യുന്നത്? അത് കുറയുന്നത്. ഫ്രം 15 സെൻറ്റിമീറ്റർ ഇൻ സ്റ്റേജ് 1 to 3 സെൻറ്റിമീറ്റർ ഇൻ
സ്റ്റേജ് 5. സ്റ്റേജ് 5-ൽ 3 സെൻറ്റിമീറ്റർ ആവും. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജിൽ എങ്ങനെയാണ് 15 സെൻറ്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ദ ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ കണ്ടെയ്നർ? ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം കണ്ടുപിടിക്കണം. ഇപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്കൊന്നും ക്ലിയർ ആവില്ല. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എ കണ്ടെയ്നർ വിത്ത് എ സർക്കുലർ ബേസിസ് ബിൽറ്റ് ഇൻ സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിലിണ്ടർ ഷേപ്പിലുള്ള ഒരു കണ്ടെയ്നറാണ് ഉണ്ടാക്കുന്നത്. അത് ആദ്യം ഓരോ സ്റ്റേജ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. മൊത്തം ഇവിടെ നോക്കുക, സ്റ്റേജ് 5 വരെയുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മൊത്തം 5 സ്റ്റേജസ് ഉണ്ട്. ആദ്യത്തെ സ്റ്റേജിൽ എങ്ങനെ 10 സെൻറ്റിമീറ്റർ ഹൈറ്റും ആദ്യത്തെ സ്റ്റേജിലുള്ള അതിൻ്റെ റേഡിയസ്, ആ കണ്ടെയ്നറിൻ്റെ ബേസ് റേഡിയസ് എന്ന് പറയുന്നത് 15 എന്ന് തന്നിട്ടുണ്ട്. 15 ഇൻ സ്റ്റേജ് 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേജിൽ 15 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ റേഡിയസ്. അപ്പോൾ നമുക്കൊന്ന് വരച്ചു നോക്കാം. ആദ്യത്തെ സ്റ്റേജിൽ 15 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള 10 സെൻറ്റിമീറ്റർ ഹൈറ്റും ഉള്ള ഒരു കണ്ടെയ്നർ ഞാൻ വരച്ചു. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിൽ അടുത്ത സ്റ്റേജ്, രണ്ടാമത്തെ സ്റ്റേജിലും ഹൈറ്റ് സെയിം തന്നെയാണ്, 10 സെൻറ്റിമീറ്റർ. 10 സെൻറ്റിമീറ്ററും റേഡിയസ് കുറയുന്നു ഇൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഓക്കെ, അതെങ്ങനെ കുറയുന്നു എന്ന് മനസ്സിലായി. ഫസ്റ്റ് സ്റ്റേജിൽ 15 റേഡിയസ് അല്ലേ, 15 ഇൻ സ്റ്റേജ് 1 എന്നും ഫസ്റ്റ് സ്റ്റേജിൽ 15 ഫസ്റ്റ് സ്റ്റേജിൽ റേഡിയസ് 15 ആൻഡ് 3 സെൻറ്റിമീറ്റർ ഇൻ സ്റ്റേജ് 5. സ്റ്റേജ് 5 ആയി, 5th സ്റ്റേജ് ആയപ്പോൾ റേഡിയസ് എത്രയായി? 3 ആയി. അപ്പോൾ റേഡിയസ് കുറയല്ലേ, ഹൈറ്റ് ചേഞ്ച് ഇല്ല. ഓരോ സ്റ്റേജിലും ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ ആണ്. റേഡിയസ് ആണ് AP-യിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സമാന്തര ശ്രേണിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത സ്റ്റേജ് ആയപ്പോൾ അതിൻ്റെ റേഡിയസ് കുറഞ്ഞു, ഹൈറ്റ് സെയിം തന്നെ. അടുത്ത സ്റ്റേജ് ആകുമ്പോൾ വീണ്ടും റേഡിയസ് കുറയും, ഹൈറ്റ് സെയിം തന്നെ, 10 സെൻറ്റിമീറ്റർ ഹൈറ്റ്. ഇങ്ങനെയാണ് നമ്മുടെ കണ്ടെയ്നർ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഓരോ കണ്ടെയ്നറായിട്ട് V കണ്ടുപിടിക്കുന്നു. V ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കണം. ഇവിടെ മൊത്തം എത്ര വോളിയം വരും? 5 സ്റ്റേജസ് ആണുള്ളത്. അപ്പം മൊത്തം 5 വോളിയം നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് ബേസിലുള്ള ആദ്യത്തെ വോളിയം കണ്ടുപിടിക്കാം. ആദ്യത്തെ സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ചെയ്യുന്നത്? സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, πr²h. നോക്കാം, ആദ്യത്തെ വോളിയം എങ്ങനെ വരും? പൈ അതുപോലെ എഴുതി, പൈ ഇൻറ്റു ആൻസറിൽ പൈ ഉണ്ട്, കണ്ടായിരുന്നോ? ആൻസറിൽ പൈ ഉണ്ട്. അപ്പോൾ നമ്മൾ പൈയുടെ വാല്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല. പൈ ഇൻറ്റു റേഡിയസ് എത്രയായിരിക്കും? ആദ്യത്തേൽ റേഡിയസ് 5 എന്ന് 15 എന്ന് തന്നിട്ടുണ്ട്. ആദ്യത്തേൽ റേഡിയസ് 15 എന്ന് തന്നിട്ടുണ്ട്. 5th സ്റ്റേജിൽ 5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു AP എഴുതി നോക്കാം. ആദ്യത്തേൽ 5 ആണ്, 15 ആണ്, ലാസ്റ്റ് 3 ആണെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ടേം എത്രയാണ്? 15ഉം അഞ്ചാമത്തെ ടേം 3 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ കോമൺ ഡിഫറൻസ് D, പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം 15ഉം 5th ടേം 3 ആയിട്ടുള്ളൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, D = ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഈ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും, AP ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നതാണ്. അതായത് പദവ്യത്യാസം ഡിവൈഡഡ് ബൈ പദത്തിൻ്റെ സ്ഥാനവ്യത്യാസം. പദവ്യത്യാസം എന്ന് പറഞ്ഞാൽ പദങ്ങൾ ഏതൊക്കെയാണ് ഇവിടുത്തെ ടേമുകൾ? 15ഉം 3ഉം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം 15ൽ നിന്ന് 3 മൈനസ് ചെയ്യുന്നു. 15 - 3 ഡിവൈഡഡ് ബൈ പൊസിഷൻ, അവരുടെ പൊസിഷൻ. 15 എത്രാമതായിരിക്കുന്നത്? 1. അപ്പോൾ താഴെ 1 എഴുതി. ഇനി 3 എത്രാമതായിരിക്കുന്നത്? അഞ്ചാമത്തെ ടേമാണ്. അപ്പോൾ 1 - 5. 15 - 3 എത്രയാണ്? 12. 12 ഡിവൈഡഡ് ബൈ 1 - 5 -4. 12 ബൈ -4 എത്ര വരുന്നു? -3 എന്നിട്ട് കോമൺ ഡിഫറൻസ് -3 ആണ്. നമുക്കറിയാം കുറഞ്ഞാണ് ടേം വരുന്നത്. സീക്വൻസിൽ നമ്മുടെ ഈ സീരീസിൽ കുറഞ്ഞാണ് വരുന്നത്, കോമൺ ഡിഫറൻസ് കുറവായിരിക്കും എന്ന് നമുക്കറിയാം. 15ൽ നിന്ന് 3 ആയി, കൂടിയല്ല പോയിരിക്കുന്നത്, കുറഞ്ഞിട്ടാണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് -3 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യത്തേത് 15, ഒന്നാമത്തെ ടേം കിട്ടി 15. രണ്ടാമത്തെ ടേം എത്രയായിരിക്കും? 15ൻ്റെ 3 കുറച്ചു 12 ആയി. വീണ്ടും 3 കുറച്ചു 9 ആയി. വീണ്ടും 3 കുറച്ചു 6 ആയി. വീണ്ടും 3 കുറച്ചു 3 ആയി. അപ്പോൾ 5 ടേംസ് കിട്ടിയില്ല, 5 6 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 6 എത്രയാണ്? 15 ആണ്. πr². 15ൻ്റെ സ്ക്വയർ എത്ര വരുന്നു? 225 ഇൻറ്റു h എത്രയാണ്? 10. ആൻസർ എന്ത് വരും? 2250 π എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തേത് കിട്ടി. ഇനി രണ്ടാമത്തേത് നോക്കാം. രണ്ടാമത്തെ എന്ത് വരുന്നു? r² h നോക്കിയാൽ മതി, പൈ എല്ലാത്തിലും ഉണ്ട്. r² എന്ന് പറഞ്ഞാൽ 12ൻ്റെ സ്ക്വയർ എത്രയാണ്? 144 ഇൻറ്റു 10 1440 വരും. 1440 ഇൻറ്റു പൈ. സെപ്പറേറ്റ് എഴുതി നോക്കണമെങ്കിൽ എഴുതാം. ഇനി മൂന്നാമത്തെ എന്ത് വരുന്നു? 9 ആണ്. 9ൻ്റെ സ്ക്വയർ എത്രയാണ്? 81. 81ഉം 10ഉം
81 × 10 810 810 പൈ ഇല്ലേ. അടുത്തത് 6 6ൻ്റെ സ്ക്വയർ 36 36 × 10 360 360 പൈ എന്ന് കിട്ടും. അടുത്തത് 3 3ൻ്റെ സ്ക്വയർ 9 9 × 10 90 90 പൈ. ഇതെല്ലാം കൂടെ കൂട്ടണ്ടേ, 0 ആവും. അടുത്തത് ഇവിടെ ഒരു 6 ഉണ്ട്, 4 ഉണ്ട്, 10 9 1 10 അപ്പോൾ എത്രയായി 20 20 5 25. ബാക്കിയുള്ള 2 കൊടുത്തു 2. ഇനി എന്ത് ചെയ്യാം, 2 4 8 16 16 3 19 കൊടുത്തു. 2 4 എന്ന് കിട്ടും. 4950 പിന്നെ ഒരു പൈ ഉണ്ട്, 4950 പൈ. ഓപ്ഷൻ സി 57 ഓപ്ഷൻ സി എന്ന് കിട്ടി, 4950 പൈ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇങ്ങനെയാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് 58. എന്താണ് ക്വസ്റ്റ്യൻ? ആൻ എയർക്രാഫ്റ്റ് വൈൽ മൂവിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വിൻഡ് കവേഴ്സ് 1000 കിലോമീറ്റർ ഇൻ 2 hours. അപ്പോൾ നമുക്ക് ഒരു എയർക്രാഫ്റ്റ് ഉണ്ട്. എയർക്രാഫ്റ്റ് എന്ത് ചെയ്യുന്നു, വിൻഡിൻ്റെ ഡയറക്ഷനിൽ, കാറ്റിൻ്റെ ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, 2 മണിക്കൂറിൽ 1000 കിലോമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്. 1000 കിലോമീറ്റർ കവർ ചെയ്യുന്നു. വൈൽ മൂവിങ് എഗെയിൻസ്റ്റ് ദ വിൻഡ് കവേഴ്സ് സെയിം ഡിസ്റ്റൻസ് ഇൻ 2.5 hours. അതായത് ഇതേ ഡിസ്റ്റൻസ് തന്നെ എന്ത് ചെയ്യുന്നു, 2.5 മണിക്കൂറിൽ കംപ്ലീറ്റ് ചെയ്യുന്നു. എപ്പോൾ? വൈൽ മൂവിങ് എഗെയിൻസ്റ്റ് ദ വിൻഡ്, വിൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട്, വിൻഡിനെതിരെ, കാറ്റിനെതിരെ പോകുമ്പോൾ എങ്ങനെയാണ് ഈ 1000 കിലോമീറ്റർ കവർ ചെയ്യാൻ 2.5 മണിക്കൂർ എടുക്കും അല്ലേ. അടുത്തത് അസ്യൂമിങ് ദാറ്റ് ദ സ്പീഡ് ഓഫ് എയർക്രാഫ്റ്റ് ആൻഡ് വിൻഡ് ആർ കോൺസ്റ്റന്റ് ഇൻ ബോത്ത് ഡയറക്ഷൻ. 2 ഡയറക്ഷനിലും സ്പീഡ് ഓഫ് വിൻഡും എയർക്രാഫ്റ്റിൻ്റെയും സ്പീഡ് സെയിം ആണെന്ന് വിചാരിച്ചാൽ വാട്ട് ഈസ് ദ സ്പീഡ് ഇൻ കിലോമീറ്റർ ഓഫ് ദ വിൻഡ്, വിൻഡിൻ്റെ സ്പീഡ് വേണം കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എയർക്രാഫ്റ്റിൻ്റെ സ്പീഡ് എ എന്നും വിൻഡിൻ്റെ സ്പീഡ് ഡബ്ല്യു എന്നും എടുക്കുന്നു. ഇനി ഒന്നാമത്തെ സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, മൂവിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വിൻഡ്, വിൻഡിൻ്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും, വിൻഡിൻ്റെ ഡയറക്ഷനാണ്, എയർക്രാഫ്റ്റിൻ്റെ സ്പീഡും ഉണ്ട്, രണ്ടും കൂടെ ആകുമ്പോഴത്തേന് സ്പീഡ് എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും. മൂവിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വിൻഡ് എന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റിൻ്റെ സ്പീഡും വിൻഡിൻ്റെ സ്പീഡും കൂടെ കൂട്ടണം അല്ലേ. അപ്പോൾ A+W ആണ് തന്നിരിക്കുന്നത്, വിൻഡിൻ്റെ സ്പീഡും എയർക്രാഫ്റ്റിൻ്റെ സ്പീഡും കൂടെയാണ് എത്രയെന്ന് പറഞ്ഞിരിക്കുന്നത്, 1000 കിലോമീറ്റർ ഇൻ 2 hours. 1000 കിലോമീറ്റർ ഇൻ 2 hours എന്ന് പറയുമ്പോൾ സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കും, 1000 കിലോമീറ്റർ 2 മണിക്കൂറിൽ എന്ന് പറഞ്ഞാൽ 1000 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. അത് എത്രയാണ്, 500 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടി. അതായത് 500 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, ഇനി രണ്ടാമത് എന്ത് തന്നിട്ടുണ്ട്, ഇനി എയർക്രാഫ്റ്റ് വിൻഡിൻ്റെ സ്പീഡിനെതിരെ പോകുമ്പോഴത്തേനും എന്ത് പറ്റുന്നു, അവിടുത്തെ അന്നേരത്തെ സ്പീഡ് എന്ന് പറയുന്നത് 2.5 hours ഈ 1000 കിലോമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൈൽ മൂവിങ് എഗെയിൻസ്റ്റ് ദ വിൻഡ് കവേഴ്സ് സെയിം ഡിസ്റ്റൻസ് ഇൻ 2.5 hours. അതേ ഡിസ്റ്റൻസ് തന്നെ എന്ത് ചെയ്യുന്നു, 2.5 hours പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്ത് വരുന്നു, ഈ 1000 ഡിവൈഡഡ് ബൈ എന്താവും, 2.5 എന്നാവും. 1000 ഡിവൈഡഡ് ബൈ 2.5 പോയിന്റ് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും, ഒരു 0 അങ്ങോട്ട് ഇട്ട് ചെയ്യും, മുകളിൽ ഒരു 0 വരും, താഴെ 25 എന്നാവും. ഇപ്പോൾ നമുക്ക് 10,000നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ്. അതിൽ 100ഉം 25ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരുന്നു, 100ൽ 25 4ആണുള്ളത്, അപ്പോൾ 400 എന്ന് കിട്ടും അല്ലേ. ഇത് 400 ആയി. അതായത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, കാറ്റിനെതിരെ എയർക്രാഫ്റ്റ് മൂവ് ചെയ്യുമ്പോൾ അവിടുത്തെ സ്പീഡ് എങ്ങനെയായിരിക്കും, കുറവായിരിക്കും. കാറ്റിനെതിരെ എയർക്രാഫ്റ്റ് മൂവ് ചെയ്യുമ്പോൾ സ്പീഡ് കുറയ്ക്കും. അതായത് A-W എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടും, നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന 400 ആണ്. അപ്പോൾ 400 കൊടുത്തു അല്ലേ. ഇപ്പം A+W = 500 എന്നും A-W = 400 എന്നും കിട്ടി. 2 ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ 2 ഇക്വേഷൻ എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യനിൽ വിൻഡിൻ്റെ സ്പീഡാണ് കണ്ടുപിടിക്കുന്നത്, W വേണം കണ്ടുപിടിക്കാൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ 2 ഇക്വേഷൻ കുറയ്ക്കും. ഫസ്റ്റ് ഇക്വേഷൻ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ കുറയ്ക്കാം. A - A എന്ന് പറയുന്നത് 0 ആണ്. W - W വരും, എന്താവും അത് 2W എന്നാവും. 500 400 പോയാൽ ബാക്കി എന്തുണ്ട്, 100 എന്നുണ്ട്. ഇതിന്ന് W എന്തെന്ന് കിട്ടും, 50 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. സ്പീഡ് ഓഫ് വിൻഡ് എന്ന് പറയുന്നത് 50 കിലോമീറ്റർ പെർ അവർ. 58 ഓപ്ഷൻ ബി 50 എന്ന് കിട്ടി. ബോട്ട് ആൻഡ് സ്ട്രീമിൻ്റെ ക്വസ്റ്റ്യൻ പോലുള്ള ക്വസ്റ്റ്യൻ ആണ്, ആലോചിച്ച് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 59. ആവറേജ് ഓഫ് 3 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 16 ഈസ് 432 അല്ലേ. 3 കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള തുടർച്ചയായിട്ടുള്ള 3 16ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 3 സംഖ്യകളുണ്ട്. ഈ സംഖ്യകളുടെ ആവറേജ് ആണ് തന്നിരിക്കുന്നത്. ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കും, തുക ഭാഗം എണ്ണം. തുക എന്ന് പറയുന്നത് സംഖ്യകൾ നമുക്കറിയില്ല. സംഖ്യകൾ നമ്മൾ എന്തെന്നെടുക്കും, എക്സ്, പിന്നെന്താണ് x + 16. 16ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 16 കൂടും.
അടുത്ത മൾട്ടിപ്പിൾ ആകുമ്പോഴത്തേന് എന്താവും 16ൻ്റെ കൂടെ വീണ്ടും ഒരു 16 കൂടി അതെന്താവും എക്സ് പ്ലസ് 32 എന്നായി. ഇപ്പോൾ 3 സംഖ്യകൾ കിട്ടിയില്ലേ. അപ്പോൾ 3 സംഖ്യകളൂടെ കൂട്ടി. ഇതാണ് തുക ഭാഗം. എണ്ണം എത്രയാണ്? 3 സംഖ്യകളാണ്. 3 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് 432. അപ്പോൾ സമം 432 എന്ന് എഴുതി. ഓക്കെ അല്ലേ? ഇനി എന്ത് കണ്ടുപിടിക്കണം? ഇതിന്ന് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ദെൻ വാട്ട് ഈസ് ദ ഫസ്റ്റ് ഓഫ് ദീസ് 3 മൾട്ടിപ്പിൾസ്. ഈ 3 മൾട്ടിപ്പിൾസിൽ ആദ്യത്തെ നമ്പർ ഏതാണെന്ന് പറഞ്ഞാൽ എക്സ് വേണം കണ്ടുപിടിക്കാൻ അല്ലേ. അപ്പം നമുക്ക് ഈ നമ്പേഴ്സ് എല്ലാം കൂടെ കൂട്ടാം. എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ്, 3 എക്സുകൾ കൂട്ടുമ്പോൾ എന്താവും? അത് 3x ആവും. 16ഉം 32ഉം കൂട്ടാം. അപ്പോൾ എന്ത് വരുന്നു? 48 എന്ന് കിട്ടുന്നു. 3x/48 ഡിവൈഡഡ് ബൈ ഒരു 3 ഉണ്ട് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? ഇവിടെ ഒരു 432 ഉണ്ട്. ഇനി ഇവിടെ എന്ത് ചെയ്യാം? ഈ 3യും മുകളിലുള്ള 3യും താഴെയുള്ള 3യും 48ഉം ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരുന്നു? 3 ക്യാൻസൽ ചെയ്ത് അവിടെ എക്സ് ആവുന്നു. 48ന് 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എത്ര കിട്ടുന്നു? 16 എന്ന് കിട്ടുന്നു. 48 3ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരുന്നു? 16 എന്ന് വരുന്നു അല്ലേ. ഈക്വൽ ടു 432. ഇത് നെക്സ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് ഈക്വൽ ടു 432 മൈനസ് 16 എത്രയെന്ന് കിട്ടും? 416 എന്ന് കിട്ടും. ആദ്യത്തെ നമ്പർ ഏതാണ്? 416. എക്സ് 416 ഓപ്ഷൻ ഡി. 59 ഓപ്ഷൻ ഡി എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 60ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് 25 റൈസ് ടു പി മൈനസ് 1 എന്ന് പറയുന്നത് 25 പ്ലസ് 100 ഈക്വൽ ടു 5 - 2p - 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ചെയ്ത് നോക്കാമല്ലോ. ക്വസ്റ്റ്യൻ ഇഫ് 25 - 1 ഉണ്ട്, അതുപോലെ ഇവിടെ 5 - 2p - 1 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ 25നെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? 5 എന്നാക്കണം. 25ഉം 5ഉം തമ്മിൽ കണക്ഷൻ ഉണ്ട്. എന്താണ്? 25 എന്ന് പറയുന്നത് 5 സ്ക്വയർ ആണ്. അപ്പോൾ ഞാൻ എന്തെഴുതുന്നു? 25ന് പകരം 5 സ്ക്വയർ ഇൻറ്റു ബാക്കി എന്തുണ്ട്? p-1 ഉണ്ട് പ്ലസ് 100 ഈക്വൽ ടു 5 - 2p - 1. ഇനി എന്ത് ചെയ്യാം? ഈ 5 ഒരു സൈഡിലാക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഈ 5 - 2p - 1 സമത്തിനപ്പുറം പോകും. അപ്പം എന്താ ഇവിടെ? 100 ഈക്വൽ ടു 5 - 2p - 1 ഉണ്ടായിരുന്നു. അത് വരുമ്പോൾ എന്താവും? 5 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് എഴുതുകയാണേ. 2 × p 2p 2 × -1 -2 ഇങ്ങനെ എഴുതി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഈ തന്നിരിക്കുന്ന 5 - 2p - 1 എന്നുള്ളത് എങ്ങനെയാണ് കിടക്കുന്നത്? x⁻m−1 ആ ഫോമിലല്ലേ? x⁻m−1 ഫോമിലല്ലേ? അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x⁻m−1 എന്ന് പറഞ്ഞാൽ x⁻m ഡിവൈഡഡ് ബൈ x⁻n ആണ്. x⁻m/x⁻n ആണ്. ഇതൊരു ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിതെങ്ങനെ എഴുതാം? 5 - 2p ഡിവൈഡഡ് ബൈ 5 എന്ന് എഴുതാം. 5 എന്ന് എഴുതാം. അതുപോലെ ഈ നമ്പറിനെ എങ്ങനെ എഴുതാം? -5 - 2p ഡിവൈഡഡ് ബൈ 5 സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? ഇത് തിരിച്ച് എഴുതുമ്പോൾ ഇതിന് ഇക്വേഷൻ വെച്ച് എഴുതുമ്പോൾ അങ്ങനെ ആയിക്കോളും. ഇനി എന്ത് ചെയ്യാം? ഇവിടെ രണ്ടിടത്തുനിന്ന് നമുക്ക് എന്ത് കോമൺ എടുക്കാം? 5 - 2p ഉണ്ട്, അതുപോലെ ഡിവൈഡഡ് ബൈ 5 ഉണ്ട്. 5 - 2p ഡിവൈഡഡ് ബൈ 5 കോമൺ ആണ്. ഇനി ബാക്കി ഇവിടെ എന്തുണ്ട്? 5 - 2p ഡിവൈഡ് ബൈ 5 വന്നാൽ ബാക്കി കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി 1 ആണുള്ളത്. 1 മൈനസ് ഇവിടെ ആരാണ് ബാക്കിയുള്ളത്? ഒരു 1/5 ബാക്കിയുണ്ട് അല്ലേ? 1/5 ബാക്കിയുണ്ട്. ഫ്രാക്ഷൻസ് കുറയ്ക്കാനാണ് വന്നിരിക്കുന്നത്. എന്തെന്ന് വരുന്നു? 5 - 1 4/5 എന്ന് വരും. ഈ ഫ്രാക്ഷൻ കുറയ്ക്കുമ്പോൾ നമുക്കത് 4/5 എന്നാവും ഇല്ലേ? അപ്പോൾ എഴുതാം 5 - 2p ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 4/5 എന്ന് കിട്ടി. ഇവിടെ ഒരു 100 ഉണ്ടായിരുന്നു അല്ലേ? നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. 4 ക്യാൻസൽ ചെയ്ത് 25 എന്നായി. 25 എന്ന് പറഞ്ഞാൽ എന്താണത്? 100ന് പകരം എന്ത് എഴുതാം? 5 സ്ക്വയർ എന്ന് എഴുതാം ഇല്ലേ? ഇനി ഇവിടെ താഴെ നോക്കിയേ, 5 × 5 ആണ് എടുക്കുന്നത്. അതെന്താണ്? 5 സ്ക്വയർ ആണ്. ആ 5 സ്ക്വയർ ഞാൻ എന്ത് ചെയ്യുന്നു? സമത്തിന് അപ്പുറം പോകുന്നു. അപ്പോൾ നമുക്ക് കിട്ടും എങ്ങനെ? 5 സ്ക്വയർ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു, ഒരു 5 സ്ക്വയർ ഇപ്പോൾ കൊണ്ടുവന്നു ഈക്വൽ ടു 5 - 2p. ഇനി നമുക്ക് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യണം. ഇവിടെ നോക്കിയേ, ഇത് x⁻m × x⁻n ഫോമിലാണ്. ദാറ്റ് ഈസ് x⁻m+n. അല്ലാന്നുണ്ടെങ്കിൽ 5 സ്ക്വയർ × 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതെന്താണ്? 5/4 ആണ് ഈക്വൽ ടു 5 - 2p. ഇനി നമുക്ക് ഇക്വേറ്റ് ചെയ്യാം.
2p = 4 എന്ന് എഴുതാം അല്ലേ. 2p = 4 ആണെങ്കിൽ p = എന്താണ് 4/2 ദാറ്റ് ഈസ് 2 എന്ന് കിട്ടി. p = 2 എന്ന് കിട്ടി. പിയുടെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കാനുള്ളത്, അത് എത്രയാണ് 2 60. ഓപ്ഷൻ ഡി 2 എന്ന് കിട്ടി, 2 എന്ന് കിട്ടി. ഓക്കെ, അടുത്ത 61ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 61ാമത്തെ ക്വസ്റ്റ്യൻ 9 × 9 - 9 ഡിവൈഡഡ് ബൈ 1/9 + 9. എങ്ങനെ ചെയ്യാം? ആദ്യം നമ്മൾ ഡിവിഷൻ ചെയ്യുന്നു. ഡിവിഷൻ എന്താ കിടക്കുന്നത്? 9 ഡിവൈഡഡ് ബൈ 1/9. എങ്ങനെയാണ് ഫ്രാക്ഷൻസ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? ഡിനോമിനേറ്ററിലുള്ള നമ്പർ രണ്ടാമത്തെ നമ്പറിനെ റെസിപ്രോക്കൽ ഉണ്ട് ഇൻറ്റു ചെയ്യും. അപ്പോൾ ആദ്യത്തെ നമ്പർ 9 ആണ്, അത് എഴുതി. 1/9ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 9/1 എന്നാവും, 9/1 എന്നാവും ഇല്ലേ. അപ്പോൾ 9 × 9 എന്ന് കിട്ടി. 9 × 9 എത്ര കിട്ടുന്നു? 81 എന്ന് കിട്ടി. 81 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്ന് കൊടുക്കാം. ഇനി 9 × 9 എന്ന് പറഞ്ഞാൽ എന്താണത്? 81 ആണ്. പിന്നെ നമ്മളിപ്പോൾ 9 ഡിവൈഡഡ് ബൈ 1/9 ചെയ്തു, അതെത്രയാണ്? അതും 81 ആണ്. ഇടയ്ക്കൊരു മൈനസ് ഉണ്ട്, +1 എന്ന് +9 എന്ന് എഴുതി. 81 - 81 എത്രയാണ്? 0 ആണ്. 0 + 9 എത്ര കിട്ടുന്നു? 9 എന്ന് കിട്ടുന്നു. 61 ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത 62ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് 1 ഈസ് കോഡഡ് ആസ് ONE ഈസ് കോഡഡ് ആസ് 37. അപ്പം നമുക്ക് ലെറ്റേഴ്സ് എടുത്ത് കൂട്ടി നോക്കാം. O എന്ന് പറയുന്നത് 15ാമത്തെ നമ്പറാണ്, 15 + N 14ാമത്തെ നമ്പറാണ്, E എന്ന് പറയുന്നത് 5ാമത്തെ നമ്പറാണ്. ഓക്കെ, കൂട്ടുമ്പോൾ എന്ത് കിട്ടുന്നു? 4 34 എന്ന് കിട്ടുന്നു. 34 37 തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണ്? +3 ആണ്. നമുക്ക് നോക്കാം. അടുത്ത് ഒന്നുകൂടെ തന്നിട്ടുണ്ട്, 2 കൂടെ തന്നിട്ടുണ്ട്, അതുകൂടെ നോക്കാം. 2 എന്ന് പറഞ്ഞാൽ TWO അല്ലേ. T എത്രാമത്തെ നമ്പറാണ്? 20ാമത്തെ നമ്പറാണ്. അടുത്തത് W എന്ന് പറയുന്നത് TUVW. W എന്ന് പറയുന്നത് 23ാമത്തെ നമ്പറാണ്. അതുപോലെ O എന്ന് പറയുന്നത് എഗെയിൻ 15ാമത്തെ നമ്പറാണ്. കൂട്ടി നോക്കാം. 8 വരുന്നു, 5 വരുന്നു, 58 എന്ന് കിട്ടി. 58 + 3 എത്രയാണ്? 61. അപ്പോൾ നമ്മുടെ കോഡ് കറക്റ്റ് ആണ്. ഇനി ഡീകോഡ് ദ വേർഡ് 6. 6നെ ഡീകോഡ് ചെയ്യാൻ 6ലെ ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? SIX. S എത്രാമത്തെ നമ്പറാണ്? 19 ആണ് അല്ലേ. 19ാമത്തെ നമ്പറാണ്. അടുത്തത് I എന്ന് പറയുന്നത് 9ാമത്തെ നമ്പറാണ്. പിന്നെ X ഉണ്ട്. X എത്രാമത്തെ നമ്പറാണ്? 24ാമത്തെ നമ്പറാണ് അല്ലേ. കൂട്ടി നോക്കാം. 18 18 4 22 എന്ന് കിട്ടുന്നു. 2 5 52 എന്ന് കിട്ടി. 52 + 3 എത്രയാണ്? 55. 55 ഓപ്ഷൻ എ. 62 ഓപ്ഷൻ എ ആണ്. ഓക്കെ, 63ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് നമ്പർ ഇൻ ദ നമ്പർ സീരീസ് 2 8 18 32 50 72 ഡാഷ്. അപ്പോൾ എന്ത് ചെയ്യണം? മിസ്സിംഗ് നമ്പർ കണ്ടുപിടിക്കണം. 2 8 18 32 50 72 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? ആദ്യം നമ്മൾ ഡിഫറൻസ് എടുത്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് വരുന്നത് ഡിഫറൻസ്? 2ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 6 ആണ് അല്ലേ. 6. 8 18 10 ആണ്. 18 32 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 18 32 14 ആണ് അല്ലേ. 18 32 തമ്മിലുള്ള ഡിഫറൻസ് 14 ആണ്. ഇനി 32ഉം 50ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 18 ആണ്. 50ഉം 72ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 22 ആണ്. അപ്പോൾ നോക്കി, നമുക്ക് ഡിഫറൻസ് എല്ലാം എടുത്ത് നോക്കിയപ്പോൾ കിട്ടിയത് ഒരു പുതിയൊരു സീക്വൻസ് ആണ്. 6 10 14 18 22. ഇതിനുള്ള പ്രത്യേകത എന്താണ്? 4 വെച്ച് കൂടിക്കൂടി പോയിരിക്കുകയാണ്. 4 വെച്ച് കൂടിക്കൂടി പോയിരിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ 22ൻ്റെ കൂടെ 4 കൂട്ടുന്നു, എത്ര കിട്ടുന്നു? 26 എന്ന് കിട്ടും. 26 എന്ന് കിട്ടും. അപ്പോൾ 72 ആണ് ലാസ്റ്റ് നമ്പർ. അപ്പോൾ 72ഉം 26ഉം കൂട്ടുന്നു, എത്ര കിട്ടുന്നു? 8 9 98 എന്ന് കിട്ടി. 98. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ 100 95 90 നൺ ഓഫ് ദ എബോവ് തന്നിരിക്കുന്നതിലൊന്നുമല്ല. അപ്പോൾ ഏതാണ് ആൻസർ? 98 ആണ്. 98 നമ്മുടെ ഓപ്ഷനിലില്ല. അപ്പോൾ നൺ ഓഫ് ദ എബോവ് ആണ് ആൻസർ. 63 ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ എബോവ്. ഓക്കെ, അടുത്ത 64ാമത്തെ ക്വസ്റ്റ്യൻ. സെലക്ട് ദ അപ്രോപ്രിയേറ്റ് സെറ്റ് ഓഫ് സീക്വൻസ് ഓഫ് മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ടു റീപ്ലേസ് ഓൾ സ്റ്റാർ സൈൻസ് ഇൻ ദ ഫോളോയിങ് ഇക്വേഷൻ ആൻഡ് ഹെൻസ് ടു ബാലൻസ് ഇറ്റ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു ഓൾജിബ്രൈക് ഫോം തന്നിട്ടുണ്ട്. ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. ഇതാണ് 72 * 4 * 10 * 4 * 2. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിൽ ഏത് ഓപ്ഷൻ കൊടുത്താലാണ് ഇത് ബാലൻസ് ആകുന്നതെന്ന് നോക്കാം. അപ്പോൾ ഓപ്ഷൻസ് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. 64 ആണ്. 72 ആദ്യത്തെ സ്റ്റാറിൽ നമ്മൾ എന്ത് കൊടുക്കും? ഓപ്ഷൻ എ ആണ് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റാറിന് എന്ത് കൊടുക്കും? ഡിവിഷൻ കൊടുക്കാം. 72 ഡിവൈഡഡ് ബൈ 4. അടുത്ത സ്റ്റാറിന് എന്ത് കൊടുക്കും? ഈക്വൽ ടു കൊടുക്കണം. അടുത്ത 10. അടുത്ത സ്റ്റാർ എന്താണ്? പ്ലസ് ആണ്. +4 × 2. അപ്പോൾ ഓരോ സ്റ്റാറിൽ നമ്മൾ
തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു. 72/4 എന്ന് പറയുന്നത് എത്രയാണ്? എത്ര വരുന്നു? 1, 18 എന്ന് വരുന്നു. 18 കിട്ടുന്നു അല്ലേ? അടുത്തത് 10 + 4 × 2 ആണ്. 4 × 2 8, 8 + 10 18 എന്ന് കിട്ടുന്നു. കറക്റ്റ് ആയില്ലേ? അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ എ എന്ന് കിട്ടുന്നു. 64 ഓപ്ഷൻ എ. ചിലപ്പോൾ നമുക്ക് സെക്കൻഡ് ബി ഓപ്ഷൻ ചെയ്യേണ്ടി വരും, സി ഓപ്ഷൻ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നൺ ഓഫ് ദ എബോവ് വരാം. അപ്പോൾ ഓപ്ഷനിൽ അത് കിടക്കുന്നുണ്ട്, എന്തായാലും ചെയ്തു നോക്കാം. അടുത്തത് 65ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഓഡ് മാൻ ഔട്ട്. ഓഡ് മാൻ ഔട്ട് കണ്ടുപിടിക്കണം. ഓഡ് വൺ ഔട്ടാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. 9, 27, 81, 246, 729, 2187. നമുക്ക് നമ്പർ കാണുമ്പോൾ തന്നെ അറിയാം. 9 എന്ന് പറയുന്നത് 3² ആണ്. 3² ആണ്. അടുത്തത് 27 എന്ന് പറയുന്നത് 3³ ആണ്. 81 എന്ന് പറയുന്നത് 3/4 ആണ്. അടുത്തത് 3/5 ആയിരിക്കും അല്ലേ? 3/5 എത്രയാണ്? 243 ആണ് അല്ലേ? എങ്ങനെയാണ്? 3/4ൻ്റെ കൂടെ 3 ഇൻറ്റു ചെയ്യുക. 3/4 എത്രയാണ്? 81. 81ൻ്റെ കൂടെ 3 ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു? 3, 24, 243. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ 246 ആണ് കിടക്കുന്നത്. അത് തെറ്റാണ്. അപ്പോൾ എന്താണ് ആൻസർ? 65 ഓപ്ഷൻ സി 246 വരും. അടുത്തത് എടുത്ത് നോക്കിയാൽ എത്രയായിരിക്കും? 3/6 ആയിരിക്കും. അടുത്തത് 3/7 ആയിരിക്കും. ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. 66ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2 persons are going together. 2 ആൾക്കാർ ഒരുമിച്ച് പോവുകയാണ്. One of them said to the other. ഒരാൾ എന്ത് ചെയ്യുന്നു? മറ്റാളോട് പറയുന്നു, though you are my father, yet I am not your son. നിങ്ങൾ എൻ്റെ അച്ഛനായിരുന്നാലും ഞാൻ എന്തല്ല? നിങ്ങളുടെ മകനല്ല. ഓക്കെ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടു? ആ 2 ആൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ബന്ധം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ മകനാണെങ്കിലും ഞാൻ നിങ്ങളുടെ അച്ഛനാണെങ്കിലും നിങ്ങൾ എൻ്റെ അച്ഛനാണെങ്കിലും ഞാൻ നിങ്ങളുടെ മകനല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ റിലേഷൻ? മകനല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ റിലേഷൻ? മകളായിരിക്കും അല്ലേ? മകളായിരിക്കും എന്ന് പറഞ്ഞാൽ അച്ഛനും മകളും ആയിരിക്കും. ഫാദർ ആൻഡ് ഡോട്ടർ ആയിരിക്കും അല്ലേ? ഇവിടെ ക്വസ്റ്റ്യനിൽ ഫാദർ ആൻഡ് സൺ ഇൻ ലോ ഉണ്ട്, ഡോട്ടർ ഇൻ ലോ ഉണ്ട്, നൺ ഓഫ് ദീസും ഉണ്ട്. നമുക്ക് മകനല്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ, മകളാകാം. അപ്പോൾ ആൻസർ എന്താണ്? 66 ഓപ്ഷൻ സി. ഓക്കെ. അടുത്തത് 67ാമത്തെ ക്വസ്റ്റ്യൻ. എ ഈസ് 20 മീറ്റർ സൗത്ത് വെസ്റ്റ് ഓഫ് ബി. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമ്മുടെ സീരീസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? ബിയുടെ സൗത്ത് വെസ്റ്റിലാണ് ആരിയ്ക്കുന്നത്? എ ഇരിക്കുന്നത് 20 മീറ്റർ അപ്പാർട്ട് 20 മീറ്റർ മാറിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ബി ഉണ്ട്, ബിയുടെ 20 മീറ്റർ മാറി ആരിയ്ക്കുകയാണ്? എ ഇരിക്കുകയാണ്. എവിടെ? സൗത്ത് വെസ്റ്റിലാണ്. സൗത്ത് വെസ്റ്റിലുണ്ട്. സി ഈസ് 20 മീറ്റർ സൗത്ത് ഈസ്റ്റ് ഓഫ് ബി. ബിയുടെ സൗത്ത് ഈസ്റ്റ് 20 മാറി ആരുണ്ട്? സിയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സി ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് എ? എ വെച്ചിട്ട് എയുടെ ഏത് ഡയറക്ഷനിലാണ് സി? എയുടെ ഏത് ഡയറക്ഷനിലാണ് സി? എയുടെ കിഴക്കാണ് സി ഇരിക്കുന്നത്, ഈസ്റ്റിലാണ് സി ഇരിക്കുന്നത്. 67 ഓപ്ഷൻ എ എന്ന് കിട്ടും, ഈസ്റ്റ്. ഓക്കെ. അടുത്ത 68ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ക്യാൻസൽഡ് ആണ്. അടുത്തത് 69ാമത്തെ ക്വസ്റ്റ്യൻ. ദ കലണ്ടർ ഓഫ് ദ ഇയർ 2026 ക്യാൻ ബി യൂസ്ഡ് അഗെയിൻ ഇൻ ദ ഇയർ. 2026 കലണ്ടർ പിന്നെ എപ്പോഴും ഉപയോഗിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ക്വസ്റ്റ്യനും ക്യാൻസൽഡ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇത് ചെയ്യണം. നമുക്കതിന് വേണ്ടിയിട്ടൊരു വേറെ വീഡിയോ ചെയ്യാം. ഓക്കെ. അടുത്ത 70ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ് പ്ലേസ് ഓഫ് 61 × 14 × 127/18. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള യൂണിറ്റ് പ്ലേസിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. യൂണിറ്റ് പ്ലേസിൽ അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത്, അപ്പോൾ 61 × 14 നമുക്ക് നമ്പേഴ്സ് ഫുള്ള് ഇൻറ്റു ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ യൂണിറ്റ് പ്ലേസിലുള്ള നമ്പേഴ്സ് ഇൻറ്റു ചെയ്യാം. ഇവിടെ 1, 4 ആണ്. 1, 4 ഇൻറ്റു ചെയ്താൽ 4 കിട്ടും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് പവറാണ്. പവർ നമുക്ക് നോക്കാം. പവറിലും 127/18 എന്നാണ് കിടക്കുന്നത്. അപ്പോഴും നമ്മൾ യൂണിറ്റ് പ്ലേസിലുള്ള നമ്പർ എടുത്തു 7. 7ൻ്റെ പവേഴ്സ് നമുക്കൊന്ന് നോക്കാം. 7ൻ്റെ പവേഴ്സ് 7/1 എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. ഇനി 7² എന്ന് പറയുമ്പോൾ അത് എത്രയാണ്? 49 ആണ്. 49ൽ നമുക്ക് എന്ത് മതി? അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ, അതായത് ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കം മതി. ഓക്കെ. അത് എത്രയാണ്? 49ൽ 9 ആണ് അല്ലേ? അടുത്തത് 7³ നോക്കാം. 7³ എന്ന് പറയുമ്പോഴത്തേനും 7² കൂടെ വീണ്ടും 7 ഇൻറ്റു ചെയ്താൽ മതി. 7² 49 ആണ്. 49ലെ 9ൻ്റെ കൂടെ എന്ത് ഇൻറ്റു ചെയ്യണം? 7 ഇൻറ്റു ചെയ്യണം. നമുക്ക് ആ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം മതി, അതുകൊണ്ടാണ് അത് മാത്രം ഇൻറ്റു ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരുന്നു? 7 9 എത്രയാണ്? 63 ആണ്. 63ൽ ലാസ്റ്റ് നമ്പർ 3 ആണ്. നമുക്ക് ലാസ്റ്റ് നമ്പർ മാത്രം എഴുതിപ്പോവാം, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അടുത്തത് 7/4 ആണ്. 7/4 എന്ന് പറയുമ്പോൾ 7ൻ്റെ ക്യൂബിൻ്റെ കൂടെ വീണ്ടും എന്ത് ചെയ്യണം? 7 ഇൻറ്റു ചെയ്യണം. ഇവിടെ 7 ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരുന്നു?
3 × 7 എന്ന് പറയുന്നത് 21. അപ്പോൾ 7⁴ ലാസ്റ്റ് നമ്പർ എത്രയായിരിക്കും? 21 ലാസ്റ്റ് നമ്പർ 1 ആയിരിക്കും. മനസ്സിലായോ? ഇനി നമുക്ക് 7⁵ എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? 7⁴ കൂടെ വീണ്ടും 7 × ചെയ്താൽ, അപ്പോൾ ഈ 1ൻ്റെ കൂടെ വീണ്ടും 7 × ചെയ്താൽ അതെന്താവും? 7 ആവും. വീണ്ടും എന്ത് ചെയ്യുന്നത്? റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. ഈ 4 വെച്ച് അടുത്ത 4 വെച്ച് റിപ്പീറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ ഇതിൻ്റെ 18th പവറാണ് എടുക്കാനുള്ള, അല്ലേ? പവർ എത്രയാണ്? 18 എന്നാണ് തന്നിരിക്കുന്നത്. 18 എന്ന് പറയുമ്പോൾ 4 വെച്ച് എത്ര വരുന്നു? 4 4 16 പോയി, ബാക്കി 2 കൂടെ വരുന്നു. 18ൽ 4 4 16 പോയി, പിന്നെ 2 എണ്ണമാണ് വരുന്നത്. അപ്പോൾ അതിൽ 17ാമത്തെ പവർ എന്ന് പറയുന്നത് 7 ആയിരിക്കും. അടുത്ത 18ാമത്തെ പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലാസ്റ്റ് നമ്പർ 9 ആയിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? 18ന് നമ്മൾ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്ത് കളയുന്നതാണ്. നമ്മുടെ എളുപ്പം നമ്മൾ ഓഡ് ഡേയ്സ് ഒക്കെ എടുക്കും പോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഓഡ് നമ്പർ എടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്, ഓഡ് ഡിജിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? 18ൽ ഈ 4 വെച്ച് പോയപ്പോഴത്തേനും എത്രയായി? 16 എണ്ണം പോയി, ബാക്കി 2 ഉണ്ട്. ആ 2 എങ്ങനെയാണ്? ആദ്യത്തെ പവർ 7 വരും, ലാസ്റ്റ് 7 ആയിരിക്കും വരുന്നത്. അടുത്ത പവറിൽ എന്ത് വരുന്നു? ലാസ്റ്റ് 9 വരുന്നു. അതെത്രയാണ്? 9 ആണ്. അപ്പോൾ ഈ 127⁻18 9 എന്നും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 4ഉം 9ഉം ഇൻറ്റു ചെയ്ത് നോക്കാം. 4 9 എത്രയാണ്? 36. ലാസ്റ്റ് നമ്പർ 6 ആണ്. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്ത് വരുന്നു? ലാസ്റ്റ് യൂണിറ്റ് പ്ലേസിൽ വരുന്ന ഡിജിറ്റ് ഏതായിരിക്കും? സംഖ്യ ഏതായിരിക്കും? 6 ആയിരിക്കും. 70 ഓപ്ഷൻ ഡി 6 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ ഡിഗ്രി ലെവലിൽ നമ്മൾ ചെയ്ത് പഠിക്കുന്നത്. നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 70ാമത്തെ ക്വസ്റ്റ്യനൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ കലണ്ടറിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും, പക്ഷേ ക്യാൻസൽഡ് ആണ്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. പിന്നെ ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഓഡ് വൺ ഔട്ട് എന്ന് വെച്ചാൽ നമ്പർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ബോട്ട് മാസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സീരീസ് വരുന്നുണ്ട്. കോഡ് ചെയ്യാൻ വരുന്നുണ്ട്. പിന്നെ പവർ വരുന്ന ഈ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആവറേജ് ഒക്കെ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യനിലും ഉള്ളതാണ്. പിന്നെ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ നമ്മുടെ സീരീസിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബോട്ട് ആൻഡ് സ്ട്രീം ടൈപ്പ് വരുന്ന, ഇവിടെ എയർക്രാഫ്റ്റ് ആൻഡ് വിൻഡ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 58ാമത്തെ ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് പഠിക്കുക. പിന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ ജോമെട്രിയിൽ വരുന്ന 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് രണ്ടും ചോദിച്ചിരിക്കുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? ഒരു സിലിണ്ടറിനെ പറ്റിയിട്ടാണ്. ആദ്യത്തേൽ വോളിയം വെച്ചിട്ട് നമ്മൾ ചെയ്തു, ഈ പറഞ്ഞിരിക്കുന്നതിൽ വോളിയം വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അതിന് മുന്നേ ചെയ്ത ക്വസ്റ്റ്യനിൽ എന്താണ്? വോളിയവും പിന്നെ പറഞ്ഞിരിക്കുന്നത് കർവ്ഡ് സർഫസ് ഏരിയ. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന സിലിണ്ടറിനെ പറ്റി വ്യക്തമായ അറിവ് വേണം, എന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ പിന്നെ എക്സ് വെച്ചിട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പെർസെൻറ്റേജ് ചോദിച്ചിട്ടുണ്ട്. റേഷ്യോ, നമ്പേഴ്സിനെ പറ്റിയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പഠിക്കണം. ഓക്കെ, ഓരോ ടോപ്പിക്കായിട്ട് കവർ ചെയ്യാം. താങ്ക് യു.